My dear students, my dear children, we are starting a new class of our revision sessions. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ നമ്മുടെ SSLC എക്സാം മാർച്ച് 2026 സോഷ്യൽ സയൻസിനെ പ്രിപ്പറേഷൻ നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ? നമ്മളതിൻ്റെ പരിശീലനത്തിലാണ്. അപ്പം നമുക്കറിയാം, നമ്മുടെ സോഷ്യൽ സയൻസിന് 80 മാർക്കാണ് നമുക്ക് ടോട്ടൽ മാർക്ക്. ആ 80 മാർക്കിൽ നമുക്കൊരു 90% ആൻഡ് എബോവ്, ദാറ്റ് മീൻസ് 72 മാർക്ക് ആൻഡ് എബോവ് ആണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ അത്ര ഈസിയല്ല. ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് സോഷ്യൽ സയൻസ് പോലെ പ്രയാസമുള്ള ഒരു സബ്ജക്റ്റിൽ അവിടെ എത്തുക വളരെ ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നമ്മൾ നന്നായിട്ട് പ്രിപ്പറേഷൻ ചെയ്താൽ മാത്രമേ, നന്നായിട്ട് റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് A+ ലെവലിലേക്ക് എത്താനായിട്ട് സാധിക്കത്തുള്ളൂ. കാരണം നമുക്ക് വാസ്റ്റായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നമ്മുടെ 4 ടെക്സ്റ്റുകളാണ് നമുക്കുള്ളത്. പാർട്ട് 1 2 ടെക്സ്റ്റ്, പാർട്ട് 2 2 ടെക്സ്റ്റ്, അങ്ങനെ ടോട്ടൽ 4 ടെക്സ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാപ്റ്റേഴ്സ്, അതിൻ്റെ ലെങ്ത് എല്ലാം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല റിവിഷൻ നമുക്ക് ആവശ്യമുണ്ട് ഒരു A+ ലെവലിലെത്താൻ. അപ്പോൾ നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനൽ നിങ്ങളെ A+ ലെവലിൽ എത്തിക്കാനായിട്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ റിവിഷൻ ക്ലാസ്സുകളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് പ്രയോജനപ്പെടുത്തുക. നമ്മൾ ഇതിനു മുമ്പ് 6 ക്ലാസ്സുകൾ റിവിഷൻ, അതിനകത്ത് മാപ്പ് റിവിഷൻ തന്നെ 2 വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ടീച്ചർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ്റെ കൂടെ ഈ റിവിഷൻ ക്ലാസ്സുകളുടെ ഒരു പ്ലേലിസ്റ്റ്, അതിൻ്റെ ലിങ്ക് ഇട്ടിരിക്കും. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുത്ത് എല്ലാ റിവിഷൻ ക്ലാസ്സുകളും 1 by 1 ആയിട്ട് കണ്ട് മനസ്സിലാക്കുക, പഠിക്കുക, തയ്യാറാകുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. നമ്മൾ ഹ്യൂമനിസത്തിലെ ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ 3rd ചാപ്റ്ററിലെ സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള ചാപ്റ്ററിലെ, അത് ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനേ വരുള്ളൂ. എങ്കിൽ പോലും നമുക്കത്, നമ്മുടെ ഓരോ മാർക്ക് നമുക്ക് പ്രധാനപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ 1 മാർക്ക് ആയതുകൊണ്ട് 2 മാർക്ക് ആയതുകൊണ്ട് അത് അൺഇമ്പോർട്ടൻ്റ് ആണെന്ന് നമ്മൾ വിചാരിക്കേണ്ട. നമ്മുടെ ഓരോ മാർക്കുമാണ് നമ്മളെ A+ എത്തിക്കുക. അതുകൊണ്ട് തന്നെ ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നോക്കിക്കേ. എക്സാമിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ലോ ലെവൽ നോളജാണ്. ടീച്ചർ ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്, നമ്മളത് പഠിച്ച് ആ ചാപ്റ്റർ ഒന്ന് എടുത്ത് നോക്കുക. ലോ ലെവലാണ്, കോമൺ സെൻസ് നോളജ് അല്ല നമുക്ക് വേണ്ടത്. നമുക്കൊരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള ലെവലിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ എന്തൊക്കെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്? വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? ബ്രോഡൻ ഇൻഡിവിജ്വൽ പെർസ്പെക്റ്റീവ്, അണ്ടർസ്റ്റാൻഡിങ് സോഷ്യൽ ഇഷ്യൂസ് ഇൻ ഡെപ്ത്, enable self-reflection, develop empathy and tolerance, develop critical thinking, questioning negative social norms. അപ്പോൾ ഏതൊരു സോഷ്യൽ ഇഷ്യൂവിനെയും ഡെപ്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് അതിനെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെയുള്ള ഒരു തിങ്കിങ് ആണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചോളാം. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കോമൺ സെൻസ് നോളജ് ആൻഡ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? നമുക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. കോമൺ സെൻസ് നോളജ്, ലിമിറ്റഡ് പേഴ്സണൽ വ്യൂ ആൻഡ് എക്സ്പീരിയൻസ്, often provide only a superficial explanation based on stereotype. Social realities and problems are not approached through critical thinking. There is no critical thinking in common sense knowledge. But sociological imagination, it is broader. It has a broader concepts about individual experience, analyze deeply the impact of social factors on individuals, encourage critical thinking. അപ്പോൾ ക്രിട്ടിക്കൽ തിങ്കിങ്, ബ്രോഡർ അപ്രോച്ച്, ഇതൊക്കെയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് കോമൺ സെൻസ് നോളജ്?
ആ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ എന്തൊക്കെ എഴുതണം? ഇറ്റ് റിലൈസ് ഓൺ സ്പെക്കുലേഷൻസ് ഓർ പ്രാക്ടീസസ്, bases itself on stereotype, provide only partial knowledge, complex social problems cannot be understood. അല്ലേ, കോംപ്ലക്സ് ആയിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസിനെ മനസ്സിലാക്കാൻ ഈ കോമൺ സെൻസ് നോളജ് കൊണ്ട് സാധിക്കത്തില്ല. അതൊരു സ്റ്റീരിയോ ടൈപ്പാണ്. ആ വേർഡൊക്കെ ഒന്ന് ഓർത്തോണം. സ്റ്റീരിയോ ടൈപ്പ്. പ്രൊവൈഡ് ഓൺലി പാർഷ്യൽ നോളജ്. അല്ലേ, കോമൺ സെൻസ് നോളജ് മോശമാണെന്നല്ല. കോമൺ സെൻസ് നോളജ് ഒരു പാർഷ്യൽ നോളജാണ്. അത് കംപ്ലീറ്റ് ഒരു ബ്രോഡായിട്ടുള്ള ഒരു സ്കോപ്പ് അതിനില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് നിങ്ങൾ ഓർത്തോണം. ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഓർത്തോണം. കോമൺ സെൻസ് നോളജ് എന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോ ടൈപ്പാണ്. അതിന് ബ്രോഡറായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് ഇല്ല. അത് കൂടുതലും ഒരു പാർഷ്യൽ നോളജാണ് നൽകുക. പാർഷ്യൽ ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ വരുന്നില്ല. എന്നാൽ ഇമാജിനേഷൻ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ആകുമ്പോൾ നിങ്ങൾ ഇതെല്ലാം പോസിറ്റീവായിട്ട് എഴുതുക. ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ട്, അതിനൊരു ബ്രോഡർ പെർസ്പെക്റ്റീവ് ഉണ്ട്, അതിന് ലാർജർ ആയിട്ടുള്ള ഒരു സോഷ്യൽ സ്ട്രക്ചറിനെയാണ് അത് വിഷ്വലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എഴുതുക. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് അവിടെ നിന്ന് വരാനായിട്ട് സാധ്യത. എന്താണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ? അത് ചോദിക്കാം. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. അതുപോലെ കോമൺ സെൻസ് നോളജിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ ഇമാജിനേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ജോഗ്രഫിയിലെ ഒരു ചാപ്റ്ററിലേക്ക് വരാം. ജോഗ്രഫി, വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ. അതിനകത്തുനിന്ന് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരും. ആകെ മാർക്കിൻ്റെ ഒരു 8% മാർക്ക് നമ്മുടെ ആ ഫസ്റ്റ് വെതർ ആൻഡ് ക്ലൈമറ്റ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്തു നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ പഠിക്കാം. ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ്, അല്ല, അത് 11ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ടു വൺസ് പ്രോബ്ലംസ്? ഫിനാൻഷ്യൽ, എൻവയോൺമെൻറ്റൽ, അഡ്മിനിസ്ട്രേറ്റീവ്, ജോഗ്രാഫിക്കൽ ഡിസ്പാരിറ്റീസ്. നമ്മളവിടെ എക്സാമ്പിളൊക്കെ കണ്ടതാണ്. ഒരാൾക്ക് പഠിക്കാൻ സാധിക്കുന്നില്ല, അയാൾ വിചാരിക്കുന്നത് എന്താണ്, അത് അയാളുടെ മാത്രം പ്രോബ്ലം ആണെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഒരാളുടെ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലത്തിനകത്ത് പല ആസ്പെക്റ്റുകൾ അതിനകത്തുണ്ട്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരാളുടെ പ്രോബ്ലത്തിലുള്ളത്? ഒന്നാമത്തെ ഫിനാൻഷ്യൽ ഫാക്ടേഴ്സ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, അഡ്മിനിസ്ട്രേറ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് ജോഗ്രാഫിക്കൽ ഡിസ്പാരിറ്റീസ്. ഓൾ ദീസ് ഫാക്ടേഴ്സ് ആർ കോൺട്രിബ്യൂട്ട് ടു വൺസ് പ്രോബ്ലം. അപ്പോൾ ഒരാളുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അയാളുടെ മാത്രം പ്രോബ്ലം അല്ല, അതിനകത്ത് പല ഫാക്ടേഴ്സ് ഉണ്ട്. ഇത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഏത് ലെവലിലേക്ക് നമ്മൾ പോകണം? സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലേക്ക് പോകണം. കോമൺ സെൻസ് നോളജ് ആണെങ്കിൽ ഒരാൾ അയാളുടെ പ്രോബ്ലത്തെ എങ്ങനെയും കാണാൻ പറ്റത്തുള്ളൂ, അയാളുടെ മാത്രം പ്രശ്നങ്ങളാണെന്ന് കാണും. തൻ്റെ മാത്രം പ്രശ്നങ്ങൾ കൊണ്ടാണ് തനിക്ക് പോവർട്ടി ഉണ്ടായിരിക്കുന്നത് എന്നാണ് അയാൾ വിചാരിക്കുക. പക്ഷേ പോവർട്ടി എന്ന് പറയുന്ന ആ ഒരു ഇൻഡിവിജ്വൽ പ്രോബ്ലം, അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ സോഷ്യൽ ഇമാജിനേഷൻ എന്നുള്ള ആ ചാപ്റ്ററിൽ നിന്നുള്ളതാണ്. ഇനി നമുക്ക് ജോഗ്രഫിയിലേക്ക് വരാം. 12th ക്വസ്റ്റ്യനിലേക്ക് വന്നേ. പെർമനൻറ്റ് വിൻസ്. പെർമനൻറ്റ് വിൻസിൽ ഒന്നാമത്തേത് ട്രേഡ് വിൻസ്, രണ്ടാമത്തേത് വെസ്റ്റേൺ ലൈസ്, മൂന്നാമത്തേത് പോളാർ വിൻസ്, പോളാർ ഈസ്റ്റേൺ ലൈസ്. പെർമനൻറ്റ് വിൻഡിനെ നമ്മൾ 3ആയിട്ടാണ് തിരിക്കുക. ഗ്ലോബൽ വിൻസ് ആണ് പെർമനൻറ്റ് വിൻസ്. അത് എല്ലാ കാലവും അവിടെ തന്നെയൊക്കെ കാണും. ഓക്കെ, വിൻസിനെ തന്നെ നമ്മൾ പല രീതിയിലാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു കാറ്റഗറിയാണ് പെർമനൻറ്റ് വിൻസ്. ഗ്ലോബൽ വിൻസ് എന്നും അതിനെ പറയാം. ഗ്ലോബലി ഈ വിൻസ് കാണപ്പെടുന്നത് കൊണ്ട് അതിനെ ഗ്ലോബൽ വിൻസ് എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ സീസണിലും അതവിടെ കാണും. അതുകൊണ്ട് അതിനെ പെർമനൻറ്റ് വിൻസ് എന്നും പറയാറുണ്ട്. പെർമനൻറ്റ് വിൻസിനെ നമ്മൾ ട്രേഡ് വിൻസ് എന്നും വെസ്റ്റേൺ ലൈസ് എന്നും പോളാർ വിൻസ് എന്നും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു. എന്താണ് ട്രേഡ് വിൻഡ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് ട്രേഡ് വിൻഡുകൾ. അതെപ്പോഴും ഓർത്തോണം. ട്രേഡ് വിൻഡ്, നിങ്ങൾ ആ പിക്ചർ ഓർക്കുക. നമ്മുടെ ഗ്ലോബിൻ്റെ ഒരു പിക്ചർ എടുത്തിട്ട് ട്രേഡ് വിൻഡ് എവിടെയാണ് വരിക? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഇക്വറ്റോറിയൽ ലോ പ്രഷറിലേക്ക്. അത് 30 ഡിഗ്രി നോർത്തിൽ നിന്ന്
0 ഡിഗ്രിയിലേക്കും 30 ഡിഗ്രി സൗത്തിൽ നിന്നും 0 ഡിഗ്രിയിലേക്കും. അപ്പോൾ 2 ഹെമിസ്ഫിയറിലും ഈ ട്രേഡ് വിൻഡ് ഉണ്ട്. 30 ഡിഗ്രി സൗത്ത് ടു 0 ഡിഗ്രി, 30 ഡിഗ്രി നോർത്ത് ടു 0 ഡിഗ്രി. എന്തുകൊണ്ടാണ് 30 ഡിഗ്രിയിൽ നിന്ന് 0 ഡിഗ്രിയിലേക്ക് പോകുന്നത്? അതിവിടെ പറയുന്നുണ്ട്. ബിക്കോസ് 30 ഡിഗ്രി ഹൈ പ്രഷർ ബെൽറ്റും 0 ഡിഗ്രി ലോ പ്രഷർ ബെൽറ്റുമാണ്. ഓക്കെ, അപ്പോൾ പ്രഷർ ബെൽറ്റുകളെല്ലാം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കും. Then, due to Coriolis force, trade winds blow northeast direction in the northern hemisphere and southeast direction in the southern hemisphere. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ കൂടി പറയുക. നോർത്ത് ഈസ്റ്റ് ആണ് നോർത്തേൺ ഹെമിസ്ഫിയറിലെ, സൗത്ത് ഈസ്റ്റ് ആണ് സൗത്തേൺ ഹെമിസ്ഫിയറിലെ. ഇതിൻ്റെ റീസൺ എന്താണ്? ബിക്കോസ് ഓഫ് കോറിയോലസ് ഇഫക്റ്റ്. കോറിയോലസ് എഫക്റ്റ്. ദെൻ വെസ്റ്റർലൈസ്. വെസ്റ്റർലൈസിൻ്റെ പേര് തന്നെ എന്താ സൂചിപ്പിക്കുന്നത്? ഓൾവേസ് ബ്ലോ ഫ്രം വെസ്റ്റ്. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൽ നിന്നും സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റിലേക്കാണ് അത് പോവുക. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ് ടു സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഓക്കെ, വെസ്റ്റർലൈസ് ആർ കമ്പാരിറ്റീവ്ലി സ്ട്രോങ്ങർ ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. അതിൻ്റെ കാരണമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൗത്തേൺ ഹെമിസ്ഫിയറിലെ ഓഷ്യൻ ഏരിയ ആണ് ലാർജ് ഏരിയ, കോണ്ടിനെൻറ്റ്സ് കുറവാണ്. അതുകൊണ്ട് തന്നെ വെസ്റ്റർലൈസ് ദേ ആർ വെരി പവർഫുൾ in southern hemisphere than northern hemisphere. Okay, then polar winds. Polar winds high pressure belt to subpolar, polar high pressure belt il ninnum subpolar low pressure belt lekana ee polar winds blow cheyyuka. Polar winds eppozhum east innayirikkum veriga. So they are called a polar easterlies. East, they always blow from east, eastern direction. ഓക്കെ, അപ്പോൾ 3 പെർമനൻറ്റ് വിൻസിനെ പറ്റിയും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ട്രേഡ് വിൻസ്, വെസ്റ്റർലൈസ്, പോളാർ ഈസ്റ്റർലൈസ്, പോളാർ വിൻസ്. അപ്പോൾ അത് ഏത് ഏത് 2 ബെൽറ്റുകൾക്കിടയിലാണെന്നുള്ളത് കൃത്യം പറയണം. അപ്പോൾ ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് എപ്പോഴും വിൻഡ് ബ്ലോ ചെയ്യുക. അതിൻ്റെ ഡയറക്ഷൻ ഓർത്ത് വെക്കുക. നോർത്ത് ഈസ്റ്റ് ആണ് ട്രേഡ് വിൻഡ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്ത് ഈസ്റ്റ് ആണ് സൗത്തേൺ ഹെമിസ്ഫിയർ. ഓക്കെ, വെസ്റ്റ് ആണ് എപ്പോഴും വെസ്റ്റർലൈസ്, ഈസ്റ്റ് ആണ് പോളാർ വിൻസ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും ആ ഒരു ഭാഗത്ത് വിൻസുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനിലേക്ക് വന്നേ. 13th ക്വസ്റ്റ്യൻ, സൗത്ത് വെസ്റ്റ് മൺസൂൺ. ഈ മൺസൂൺ നമുക്ക് ക്വസ്റ്റ്യൻ വരാനൊരു ചാൻസ് ഉണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നോ, നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾ അതൊരു എന്താണ്, ഒരു അഗ്രികൾച്ചറൽ സെക്ടറിന് ഇമ്പോർട്ടൻസ് ഉള്ള രാജ്യമാണ്. അഗ്രികൾച്ചർ തന്നെ നമ്മുടെ ഇവിടെ അതിൻ്റെ സീസൺസും ആ അഗ്രികൾച്ചറിൻ്റെ ക്രോപ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് പോലും ഈ മൺസൂൺ വിൻഡിനെ അല്ലെങ്കിൽ മൺസൂൺ റെയിനിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മളോട് അത് ചോദിക്കും. വളരെ പ്രധാനപ്പെട്ട, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീസൺ തന്നെയാണ് സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണും നോർത്ത് ഈസ്റ്റ് മൺസൂൺ സീസണും, അല്ലേ? നമ്മൾ ഇടവപ്പാതി, തുലാവർഷം എന്നൊക്കെ പറയുന്ന ആ സീസൺസ്. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂൺ സീസണാണ്. അതാണൊരു ലോങ് ടൈം നമുക്ക് റെയിൻ ലഭിക്കുന്ന സീസൺ. അതായത് ജൂൺ ടു സെപ്റ്റംബർ. ഡ്യൂറിങ് ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇത് ഇന്ത്യയിലേക്ക് സമ്മർ സീസണിൽ നമ്മുടെ ലാൻഡ് ഏരിയ ഹോട്ടാകുകയും എന്നാൽ ഓഷ്യാനിക് ഏരിയ കോൾഡായിട്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പ്രഷർ ഡിഫറൻസ് എങ്ങനെയായിരിക്കും? ഹോട്ടായിട്ടുള്ള ലാൻഡ് ഏരിയയിൽ ലോ പ്രഷറും കോൾഡായിട്ടുള്ള ഓഷ്യാനിക് ഏരിയയിൽ ഹൈ പ്രഷറും ആയിരിക്കും. അപ്പോൾ ഓഷ്യനിൽ നിന്നും ലാൻഡിലേക്ക് വിൻഡിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു. വിൻഡ് ബ്ലോസ് ഫ്രം ഓഷ്യൻ ടു ലാൻഡ്. വൈ? ബിക്കോസ് ഇൻ ദ ഓഷ്യൻ ദർ ഈസ് ഹൈ പ്രഷർ ആൻഡ് low temperature, but in the land area it is high temperature and low pressure. So high pressure to low pressure, ocean to land, wind blows. അപ്പോൾ ഓഷനിൽ നിന്ന് വരുന്ന വിൻഡ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? മോയ്സ്ചർ ഉണ്ടാവും. ആ മോയ്സ്ചറാണ് നമുക്ക് റെയിനായിട്ട് ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ
അപ്പോൾ ഇത്രയും ഓർത്ത് വെച്ചാൽ നമുക്ക് സൗത്ത് വെസ്റ്റ് മൺസൂൺ എഴുതാൻ പറ്റും. അവിടെ കോറിയോളിസ് എഫക്റ്റ് കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സൗത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് ഇക്വേറ്റർ ക്രോസ് ചെയ്യുമ്പോഴാണ് അത് സൗത്ത് വെസ്റ്റായിട്ട് റൈറ്റിലേക്ക് ഡിഫ്ലീറ്റ് ചെയ്യുക. ബിക്കോസ് ഓഫ് ദിസ് കോറിയോളിസ് എഫക്റ്റ്, ദിസ് സൗത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ് defleated towards right and it take the position southwest. So we call that monsoon southwest monsoon. Okay, അപ്പോൾ പ്രഷർ ഡിഫറൻസും ടെമ്പറേച്ചർ ഡിഫറൻസും സീസണും ഒക്കെയാണ് നമ്മുടെ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ കാരണം. സീസൺ മാറുമ്പോൾ അല്ലെങ്കിൽ സമ്മർ അതിനകത്ത് apparent movement of the sun വരുന്നുണ്ട്. Because of the apparent movement of the sun in the month of June, what happened? The sun is in the northern hemisphere. That means it is vertically above Tropic of Cancer. That means in the land area high temperature and low pressure. In the sea or ocean area low temperature and high pressure. So from ocean to land the wind blows. ഇവിടെ നോക്കിയേ, ഡ്യൂറിങ് ദ സമ്മർ ദ സൗത്ത് ഏഷ്യൻ ലാൻഡ് മാസസ് എസ്പെഷ്യലി ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ഗെറ്റ്സ് ഹീറ്റഡ് ആൻഡ് ഇന്റൻസീവ്ലി ആൻഡ് സിവിയർ ലോ പ്രഷർ ഡെവലപ്പ് ഇൻ ദ ലാൻഡ് ഏരിയ. വിൻഡ് ബ്ലോസ് ടുവേർഡ്സ് ദ ലാൻഡ് മാസ് ഫ്രം ദ ഇന്ത്യൻ ഓഷ്യൻ വെയർ കമ്പാരിറ്റീവ്ലി ഹൈ പ്രഷർ ബിക്കോസ് ദെയർ ദ ടെമ്പറേച്ചർ ഈസ് ലോ. നിങ്ങൾ അത്ര ഓർത്താൽ മതി. ലാൻഡിലെ ടെമ്പറേച്ചർ ഹൈ ആയിരിക്കും ബിക്കോസ് ദ പൊസിഷൻ ഓഫ് ദ സൺ ഈസ് ഇൻ ദ ലാൻഡ്. ഇറ്റ് ഈസ് സമ്മർ സീസൺ. ഓക്കെ, അപ്പോൾ സീയിൽ എന്തായിരിക്കും അവസ്ഥ? അവിടെ ലോ ടെമ്പറേച്ചർ ആൻഡ് ഹൈ പ്രഷർ. ഓക്കെ, സോ റെയിൻഫോൾ ഓൾസോ occur because this wind carries moisture. As the boundary lines between warm and cold air meets, known as frontiers, this type of rainfall is called സോറി, അതിൻ്റെ ഈ 13th ക്വസ്റ്റ്യൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ മാറിപ്പോയി കുട്ടികളെ. അപ്പോൾ സൗത്ത് വെസ്റ്റ് മൺസൂണിൻ്റെ ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ടീച്ചർ പറയാം. നമുക്കൊരു പുതിയ ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. 18th ക്വസ്റ്റ്യൻ, ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ്. നമ്മൾ ഇപ്പോൾ ഈ തന്നിരിക്കുന്ന ഓരോ മാപ്പ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതിൻ്റെ മാത്രം ഒരു 2 വീഡിയോകൾ ടീച്ചർ ചെയ്തിട്ടുണ്ട്. മാപ്പ് സ്റ്റഡിയുടെ 2 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നിരിക്കുന്ന മാപ്പുകൾ മാത്രമായിരിക്കും നമുക്ക് വരിക. നിങ്ങളത് പഠിക്കുക. ഇത് കണ്ടോ, ഇത് നമ്മുടെ ഗ്രാസ്ലാൻഡിൻ്റെ ഇതാണ്. ഇതിനേക്കാൾ വ്യക്തമായിട്ട്, ഇതിനേക്കാൾ കൃത്യമായിട്ട് ടീച്ചർ നമ്മുടെ മാപ്പ് സ്റ്റഡി എന്നുള്ള 2 വീഡിയോകളിൽ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. നിങ്ങളതെടുത്ത് പഠിക്കുക. ഇതൊക്കെ മാർക്ക് ചെയ്യാൻ പഠിച്ചോണം. പ്രിയറീസ്, പാമ്പാസ്, വെൽ, ലൗൺസ് ആൻഡ് സ്റ്റെപ്പീസ്. അതെവിടെയൊക്കെയാണെന്ന് നോക്കി വെക്കുക. പിയറീസ് എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിലാണ്, പാമ്പാസ് സൗത്ത് അമേരിക്കയിലാണ്, വെൽഡ് എന്ന് പറയുന്നത് ആഫ്രിക്കയിലാണ്, ഡൗൺസ് ഓസ്ട്രേലിയയിലാണ്, സ്റ്റെപ്പീസ് യൂറോപ്പിലാണ്. ഇത് ആ പ്രത്യേക കോണ്ടിനെൻറ്റിൽ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, 19th ക്വസ്റ്റ്യൻ, മാപ്പ് ലൊക്കേഷൻ, അറ്റക്കാമ ഡെസേർട്ട്. ഓക്കെ, ദെൻ ഡൗൺസ്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അറ്റക്കാമ ഡെസേർട്ടുകളുടെ എല്ലാം പഠിച്ചു വെച്ചോണം. അതുപോലെ സൗത്ത് അമേരിക്കയിലെ അറ്റക്കാമ ഡെസേർട്ട് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കുക. അടുത്തത് മെഡിറ്ററേനിയൻ ക്ലൈമാറ്റിക് റീജിയൻ നോർത്ത് അമേരിക്ക മാർക്ക് ചെയ്തിട്ടുണ്ട്. ആഫ്രിക്കയിലെ ഡൗൺസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, സി. അതുപോലെ തന്നെ ടെമ്പറേറ്റ് ഗ്രാസ്ലാൻഡ് ഇൻ ഏഷ്യ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്തത് സഹാറ. അടുത്ത 19th മാപ്പ് ലൊക്കേഷൻ, സഹാറ, ലാനോസ്, കലഹാരി, പ്രയറീസ് എല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട്. സഹാറ മാർക്ക് ചെയ്യാൻ പഠിച്ചോണം കേട്ടോ. ആഫ്രിക്കയിലെ സഹാറ,
വരാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ കൽഹാരി, പിയറീസ്, മൺസൂൺ ക്ലൈമറ്റ് ഉള്ള ഭാഗങ്ങളാണ് അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത്. മൺസൂൺ ക്ലൈമറ്റ്. ദെൻ സാവന്ന, ദെൻ ഡെസേർട്ട് ലൊക്കേറ്റഡ് ഇൻ നോർത്ത് പാർട്ട് ഓഫ് ആഫ്രിക്ക. ആഫ്രിക്കയുടെ നോർത്ത് ഭാഗത്തുള്ള ഡെസേർട്ട്, സഹാറ ഡെസേർട്ട് അല്ലേ, അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആ മാപ്പുകളെല്ലാം എടുത്ത് പഠിക്കുക. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ടീച്ചർ ഈ നമ്മുടെ പ്ലേലിസ്റ്റ് ഇടുമ്പോൾ, റിവിഷൻ പ്ലേലിസ്റ്റ് ഇടുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡാണ്. അപ്പം നിങ്ങളതെടുത്ത് പഠിക്കുക. ഓക്കെ. ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എസ്റ്റാബ്ലിഷ് ദ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി, CCPA. What are the features? Consumer Protection Act 2019. കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ. അതിനകത്തുനിന്ന് നമുക്ക് 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരും. 5% ആണ് ടോട്ടൽ മാർക്കിൻ്റെ 5% മാർക്ക് ആ ഒരു ചാപ്റ്ററിൽ നിന്നായിരിക്കും. കൺസ്യൂമർ റൈറ്റ് ആൻഡ് പ്രൊട്ടക്ഷൻ. അത് നമ്മുടെ 4th ചാപ്റ്ററാണ്, ജോഗ്രഫിയുടെ 4th ചാപ്റ്ററാണ്. അതിനകത്തുനിന്നുള്ള ക്വസ്റ്റ്യൻസാണ്. നമുക്ക് ഏതാനും എണ്ണം ഒന്ന് പരിചയപ്പെടാം. ഫീച്ചേഴ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 covers rules to prevent unfair trade practices by e-commerce platform, provides for punishment of those who manufacture or sell adulterated counterfeit goods, prohibit the discrimination of misleading advertisements, guarantees the right to consumer education. അപ്പോൾ ഇത്രയുമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഫീച്ചേഴ്സ്. ഇത് പഠിച്ചോണം. കാരണം ഈ ഒരു 2019 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നമുക്ക് കൺസ്യൂമേഴ്സിന് ഒരുപാട് ഉപകാരപ്പെട്ട, ഇപ്പോഴും അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് എന്താണ് സാറ്റിസ്ഫൈഡ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നുള്ളത് ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതോടുകൂടിയാണ്. അതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും പഠിക്കുക. കവേഴ്സ് റൂൾസ് ടു പ്രിവെൻറ്റ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് ബൈ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം. ഓക്കെ, അൺഫെയർ ട്രേഡ് നമ്മുടെ ആമസോണൊക്കെ പോലെയുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളൊക്കെ ഇപ്പോൾ അവരുടെ പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ബുക്ക് ചെയ്താൽ കൃത്യമായിട്ട് കിട്ടുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഈ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് വന്നതോടുകൂടിയാണ് 2019. അതിനു മുമ്പൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന സാധനമൊന്നും ആയിരിക്കത്തില്ല, കല്ലും കട്ടയൊക്കെ ആയിരുന്നു നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. വലിയ ഫ്രോഡായിരുന്നു അതിനകത്ത് നടന്നുകൊണ്ടിരുന്നത്. അതൊക്കെ മാറി. അപ്പോൾ നിങ്ങളിതൊക്കെ പഠിക്കുക. പ്രൊവൈഡ് ദ പണിഷ്മെൻറ്റ് ഓഫ് ദോസ് ഹൂ മാനുഫാക്ചർ ഓർ സെൽ അഡൾട്രേറ്റഡ് കണ്ടർഫിയേറ്റ് ഗുഡ്സ് അല്ലേ, മായം ചേർത്ത സാധനങ്ങളൊക്കെ വിൽക്കപ്പെടുന്നത് ഒക്കെ തടയുന്നത് ഈ ഒരു ആക്റ്റോടു കൂടിയാണ്. പ്രൊഹിബിറ്റ് ദ ഡിസ്ക്രിമിനേഷൻ ഓഫ് മിസ്ലീഡിങ് അഡ്വർടൈസ്മെൻറ്റ്. ഓക്കെ, ഗ്യാരണ്ടീസ് ദ റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. ഇനി കൺസ്യൂമർ കോർട്ടുകളൊന്ന് പഠിച്ചേ. Structure of consumer court: Supreme Court, that is the apex court, then National Consumer Dispute Redressal Commission, cases involving compensation exceeding rupees 10 crore is the apex body of protection in India. അപ്പോൾ നമുക്ക് അപ്പീൽ പോകാവുന്നതാണ് ഈ സുപ്രീം കോർട്ട്. കൺസ്യൂമർ കോർട്ടുകളുടെ അപ്പെക്സ് ബോഡി എന്ന് പറയുന്നത് നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഫോറം ഓർ കമ്മീഷൻ. പിന്നെ അതിന് ബിലോ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ, കേസസ് ഇൻവോൾവിംഗ് 1 crore to 10 crore rupees. Okay. Then District Consumer Dispute Redressal Commission, cases involving compensation up to 1 crore. അപ്പോൾ 1 crore വരെ കോമ്പൻസേഷൻ കൊടുക്കാൻ പറ്റുന്ന അത്ര ലോ ലെവലിലുള്ള കോർട്ട് ചോദിച്ചാൽ ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. 1 crore to 10 crore കോമ്പൻസേഷൻ ആണെങ്കിൽ സ്റ്റേറ്റ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ. ദെൻ അതിൻ്റെയും എബോവ് 10 crore ആൻഡ് എബോവ് കോമ്പൻസേഷൻ ഉള്ളതാണെങ്കിൽ നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ കമ്മീഷൻ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ട കോർട്ടുകളാണ്. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ലെങ്കിൽ
നമുക്ക് അപ്പീൽ പോകാവുന്ന സുപ്രീം അതോറിറ്റിയാണ് സുപ്രീം കോർട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹൈറാർക്കിക്കൽ ഓർഡർ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് ഏറ്റവും ടോപ്പ് തൊട്ട് ഏറ്റവും ബോട്ടം വരെ നമ്മൾ എഴുതിയിരിക്കുന്നു. തിരിച്ച് നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ബോട്ടം തൊട്ട് ഹൈ ലെവൽ വരെ എഴുതാം, സുപ്രീം കോർട്ട് വരെയും എഴുതാം. ഓക്കെ. വാട്ട് ആർ ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫ്രോഡ് ആൻഡ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് മെത്തേഡ്സ് ടു അപ്രോച്ച് ടു റിസോൾവ് ദം? ഇപ്പോൾ ഈ കൺസ്യൂമർ രംഗത്തുണ്ടാകുന്ന ഫ്രോഡുകൾ എന്തൊക്കെയാണ്, അതിനെന്താണ് നമുക്ക് അതിനുള്ള സൊല്യൂഷൻ? ഫ്രോഡ് റിലേറ്റഡ് ടു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കോൺട്രാക്ട് UGC, AICTE, then സ്റ്റേറ്റ് ബോർഡ്, അപ്രോച്ച് കൺസ്യൂമർ ഫോറം, ലോഡ്ജ് എ കംപ്ലൈൻറ്റ് വിത്ത് ദ പോലീസ്, കോണ്ടാക്ട് ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. ഇത്രയും സൊല്യൂഷൻസ് നമുക്കുണ്ട്. ഇതിലേത് വേണമെങ്കിലും നമുക്ക് കൺസ്യൂമേഴ്സിന് സ്വീകരിക്കാം. അപ്പോൾ ഒന്നാമത്തെ ഫ്രോഡ് ഏതാണ് നമ്മൾ പഠിച്ചത്? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ഫ്രോഡുകൾ. ഫ്രോഡെന്ന് പറഞ്ഞാൽ എന്താ? തട്ടിപ്പുകൾ അല്ലേ. അടുത്ത ഹെൽത്ത് കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫ്രോഡുകൾക്ക് നമുക്ക് എന്താണ് സൊല്യൂഷൻ? ഫയൽ എ കംപ്ലൈൻറ്റ് ത്രൂ ദ ഗ്രീവൻസസ് പോർട്ടൽ ഓഫ് ദി സ്റ്റേറ്റ് നാഷണൽ മെഡിക്കൽ കൗൺസിൽ. സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലുകളുണ്ട്, അവിടെ നമ്മളൊരു കംപ്ലൈൻറ്റ് പുട്ടപ്പ് ചെയ്യുക. കംപ്ലൈൻറ്റ് വിത്ത് എ റിപ്പോർട്ട് ടു ദ ഡയറക്ടർ ഓഫ് ഹെൽത്ത്, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഡയറക്ടർ ഓഫ് ഹെൽത്തിന് ഒരു കംപ്ലൈൻറ്റ് പുട്ടപ്പ് ചെയ്യുക. ഫയൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ PIL. ഫയൽ എ കംപ്ലൈൻറ്റ് ത്രൂ ദ ആരോഗ്യ സേതു ആപ്പ്. ആരോഗ്യ സേതു ആപ്പ് വെച്ച് ഒരു കംപ്ലൈൻറ്റ് നമുക്ക് ഓൺലൈനായിട്ട് പുട്ടപ്പ് ചെയ്യുക. ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഹെൽത്ത് ഫ്രോഡിന് സൊല്യൂഷൻസ് സ്വീകരിക്കാം. ഓക്കെ. അടുത്ത ഫ്രോഡ്ലൻഡ് ഓഫേഴ്സ് ജോബ് എബ്രോഡ്. ജോബ് എബ്രോഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന ഫ്രോഡുകൾ. ക്യാൻ കംപ്ലൈൻറ്റ് ത്രൂ ദ പ്രൊട്ടക്ടേഴ്സ് ഓഫ് എമിഗ്രൻസ് POE. എ കേസ് ക്യാൻ ബി ഫയൽഡ് അണ്ടർ IPC സെക്ഷൻ 420. ചീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു IPCയുടെ സെക്ഷനാണ് 420. അത് നമുക്ക് ഫയൽ ചെയ്യാം. ഇഫ് യു വെയർ എ സ്കാംഡ് ആഫ്റ്റർ അറൈവിങ് അറ്റ് ദ ഫോറിൻ കൺട്രി, യു ക്യാൻ, നമ്മൾ ഫോറിൻ കൺട്രിയിൽ ചെന്നതിന് ശേഷമാണ് ഫ്രോഡ് സംഭവിക്കുന്നതെങ്കിൽ, യു ക്യാൻ ലോഡ്ജ് എ കംപ്ലൈൻറ്റ് വിത്ത് ദ ഇന്ത്യൻ എംബസി ഓർ ഹൈ കമ്മീഷൻ. അവിടെ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. ഇന്ത്യൻ എംബസിയിലോ ഹൈ കമ്മീഷനിലോ. ക്യാൻ ഗെറ്റ് ഇൻ ടച്ച് വിത്ത് പ്രവാസി സഹായതാ കേന്ദ്ര, പ്രവാസി സഹായതാ കേന്ദ്രം, അവിടെ നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്യാം. ഓക്കെ. ഓൺലൈൻ ഫ്രോഡുകൾക്ക് എന്താണ് സൊല്യൂഷൻ? കംപ്ലൈൻറ്റ് ടു സൈബർ ക്രൈം സെൽ ഓർ സൈബർ ക്രൈം government.gov.in. report to the CERT in portal. Submit a complaint through the National Consumer Helpline. Bank fraud. Approach the bank grievances redressal mechanism or the branch manager. അപ്പോൾ നമുക്കൊരു ബാങ്ക് ഫ്രോഡ് വന്നാൽ ഏറ്റവും ആദ്യം നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഏത് കൺസേൺ ബാങ്കിൻ്റെ മാനേജരെയാണ് കേട്ടോ. ഇഫ് ദ ബാങ്ക് ഡസ് നോട്ട് റെസ്പോണ്ട് വിതിൻ 30 days, യു ക്യാൻ അപ്രോച്ച് ദ RBI, ഓംബുഡ്സ്മാൻ, ബാങ്കിങ് ഓംബുഡ്സ്മാൻ, അവരെയൊക്കെ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ലിസ്റ്റ് ദ ജനറൽ ഫങ്ഷൻസ് ഓഫ് മണി. മണിയുടെ ജനറൽ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? മണി ആൻഡ് ഇക്കോണമി എന്നുള്ള ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. ആ ചാപ്റ്ററിൽ നിന്നും 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് പഠിക്കണം, ഒന്ന് കുറിച്ച് വെച്ചോളുക. മണി ആൻഡ് ഇക്കോണമി 6 മാർക്കാണ് പറഞ്ഞിരിക്കുന്നത്. ടോട്ടൽ മാർക്കിൻ്റെ 7.5% ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരും. വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് മണി ആൻഡ് ഇക്കോണമി. ലിസ്റ്റ് ദ ജനറൽ ഫങ്ഷൻസ് ഓഫ് മണി. മീഡിയം ഓഫ് എക്സ്ചേഞ്ച്, മെഷർ ഓഫ് വാല്യൂ, സ്റ്റോർ ഓഫ് വാല്യൂ, മീൻസ് ഓഫ് ഡിഫേർഡ് പേയ്മെൻറ്റ്. ഇത് പഠിച്ചു വെച്ചോണേ. ദെൻ ലിസ്റ്റ് 25th question. What do you mean by
velocity of circulation of money. How does it influence economic growth? The number of times a unit of money is exchanged in a given period of time is known as velocity of circulation of money. An increase in the velocity of circulation of money indicates an acceleration in economic growth, while decrease in velocity of circulation of money indicate a slowdown of economic growth. In the economies where growth rate is high, producers and consumers have more chances to spend money and vice versa. അപ്പോൾ നമ്മുടെ മണി എത്ര ടൈംസ് എ നമ്പർ ഓഫ് ടൈംസ് എ യൂണിറ്റ് ഓഫ് മണി എക്സ്ചേഞ്ച് ഇൻ എ ഗിവൺ പീരീഡ് ഓഫ് ടൈം, ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ ഒരു യൂണിറ്റ് ഓഫ് മണി എത്ര പ്രാവശ്യം എക്സ്ചേഞ്ച് ആവുന്നു, അതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി, ഈ വെലോസിറ്റി നമ്മുടെ ഇക്കണോമി വളരെ ഹൈ ആയിട്ടുള്ള ഇക്കണോമിക് ഉള്ള രാജ്യങ്ങളിൽ ഇത് വളരെ കൂടുതലായിരിക്കും. അവർ പല പ്രാവശ്യം ഇത് എക്സ്ചേഞ്ച് ആവും. അപ്പോൾ എക്സ്ചേഞ്ച് വെലോസിറ്റി ഓഫ് മണിയുടെ എക്സ്ചേഞ്ച് കൂടുന്നതനുസരിച്ച്, ആ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് നമ്മുടെ ഇക്കോണമി ഗ്രോ ആകും. വെലോസിറ്റി കുറയുന്നതനുസരിച്ച് ഇക്കണോമി സ്ലോ ആകും. അതാണ് പറയേണ്ടത്. ഇക്കണോമി ഗ്രോ ആണെങ്കിൽ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യണം. ഇക്കണോമി സ്ലോ ആകുക എന്ന് പറഞ്ഞാൽ ഈ മണിയുടെ ഈ സർക്കുലേഷൻ കുറവാണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ മണി എത്ര തവണ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നു ഒരു ഗിവൺ പീരീഡ് ഓഫ് ടൈം, അതാണ് വെലോസിറ്റി. അപ്പോൾ അത് ഇൻക്രീസ് ചെയ്ത് നിൽക്കുന്നതാണ് ഒരു ഇക്കോണമിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. ഓക്കെ, RBI uses quantitative and qualitative measures to control credit. Credit control measures, quantitative measures, qualitative measures. എന്തൊക്കെയാണ് ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ്? ചേഞ്ച് ഇൻ ബാങ്ക് റേറ്റ്, ചേഞ്ചിങ് റിസർവ് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്. ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? മാർജിൻ റിക്വയർമെൻറ്റ്, മോറൽ, സോഷ്യൽ. ഓക്കെ, അപ്പോൾ ക്രെഡിറ്റ് കൺട്രോൾ മെഷേഴ്സ് ഓഫ് RBI. ലിസ്റ്റ് ദ അതർ ഫങ്ഷൻസ് ഓഫ് പ്രൊവൈഡഡ് ബൈ ബാങ്ക്. അതർ ഫങ്ഷൻസ്, ആ വേർഡ് ശ്രദ്ധിച്ചോണം, അതർ. ബാങ്കിൻ്റെ മെയിൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്? അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്, ഗീവ് ലോൺ, അതാണ് മെയിൻ രണ്ട് അവരുടെ ഫങ്ഷൻസ്. അതർ ഫങ്ഷൻസ് ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, ATM സർവീസ്, ലോക്കർ ഫെസിലിറ്റി, ഇതെല്ലാം അതർ ഫങ്ഷൻസ് ആണ്. Technological advancement have helped increase the quality of bank transactions. Evaluate the statement. Technological advancement help the quality of bank transaction. Correct അല്ലേ? National Economic Fund Transfer System, NEFT. Real Time Gross Settlement, RTGS. കോർ ബാങ്കിങ്, ഈ ഏറ്റവും പുതിയ ടെക്നോളജി കൊണ്ട് ബാങ്കിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ് നമുക്ക് കൂടുതൽ ഉപകാരപ്രദമായത്, ഇതെല്ലാം പഠിച്ചോണേ. അത് നമ്മുടെ ടെക്സ്റ്റിൽ നോക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത് എത്രയാണ്? 28th ക്വസ്റ്റ്യൻ വരെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 29th തൊട്ട് മറ്റ് ചാപ്റ്ററുകളിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.